റഹീം, ഇപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥയാണോ എന്ന് സംശയം തോന്നുന്ന വിധാന കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു ഹോസ്പിറ്റലിലാണ്. കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നത് സോനം വാങ്ചുക് ഇല്ലീഗൽ ഡിറ്റൻഷനിലല്ല, ഒരു തരത്തിലുള്ള ഡിറ്റൻഷനിലും ആകരുത്. അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഈസ് അണ്ടർ ട്രീറ്റ്മെന്റ്, നോട്ട് ഡിറ്റൻഷൻ. പക്ഷേ ഇത് ഒരു ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് എന്ന് തോന്നുന്ന വിധം, തടവിൽ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്ന വിധം ഞങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല. വലിയ പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് ഞങ്ങളെ തടയുകയാണ്. പോലീസാണോ തടയുന്നത്, അതോ ആശുപത്രി അധികൃതർ ആശുപത്രിക്കകത്തേക്ക് കയറരുതെന്ന് പറയാം? പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു നൂറുകണക്കിന് പോലീസുകാർ ബാരിക്കേഡ് വെച്ച് ഹോസ്പിറ്റൽ ഗേറ്റിൽ 14 എംപിമാരെ തടയുകയാണ്. ഈ 14 എംപിമാർ വന്നത് എങ്ങനെയാണ്? 51 എംപിമാർ ഒപ്പിട്ട ഒരു പത്രിക സോനം വാങ്ചുക്കിന് കൈമാറാനാണ് ഞങ്ങൾ വന്നത്. അതിൽ പരാമർശിക്കുന്നത് എന്താണ്? അത് ഈ രാജ്യത്തിന് അങ്ങയുടെ ജീവൻ വിലപ്പെട്ടതാണ്, അങ്ങ് ജീവൻ നഷ്ടപ്പെട്ടു പോകരുത്, വീണ്ടും പോരാട്ടത്തിൽ സജീവമാക്കാൻ അങ്ങ് ആരോഗ്യത്തോടെ തിരിച്ചു വരണം, അതുകൊണ്ട് അങ്ങ് ഈ ഫാസ്റ്റിംഗ്, ഇപ്പോഴും തുടരുന്ന ഫാസ്റ്റിംഗ് അങ്ങ് അവസാനിപ്പിച്ച് അങ്ങ് തിരിച്ചു വരണം എന്ന് പറഞ്ഞ വളരെ സതുദ്ദേശത്തോടെയുള്ള വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായ 51 എംപിമാർ വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന്, CPM, ആം ആദ്മി പാർട്ടി, അതോടൊപ്പം തന്നെ BJD, RJD തുടങ്ങി വ്യത്യസ്ത പാർട്ടികൾ, DMK, നാഷണൽ കോൺഫറൻസ്, ഇങ്ങനെ വ്യത്യസ്ത പാർട്ടികളിലുള്ളവർ ഒപ്പിട്ട്, TMC ഉൾപ്പെടെ ഒപ്പിട്ട് ഒരു നിവേദനവുമായി ഞങ്ങൾ വന്നതാണ് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ. അഭ്യർത്ഥന പത്രിക കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ 14 എംപിമാരെ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു. എന്ത് അധികാരമാണ് അവർക്കുള്ളത്? എന്ത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ? അദ്ദേഹം തടവിലാണോ? അദ്ദേഹം അറസ്റ്റിലാണോ? എന്താണ് ഗവൺമെന്റിന്റെ നിലപാട്? ഒരു മാഗ്സസെ പുരസ്കാര ജേതാവ്, വയ്യാതെ കിടക്കുന്ന ഒരാൾ, അദ്ദേഹം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു എംപിമാരുടെ സംഘത്തെ ഇതുപോലെ വലിയ പോലീസ് വിന്യാസത്തിൽ തടയേണ്ട എന്ത് സാഹചര്യമാണ് ഇവിടെയുള്ളത്? അവസാനം ഗീതാഞ്ജലി, നിങ്ങൾക്കറിയാവുന്നതുപോലെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ പുറത്തേക്ക് വരാൻ അവസാനം ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുന്ന സമയത്താണ് ഇവർ പോലീസ് പിന്നെ അതിന് തയ്യാറായത്. അവര് യഥാർത്ഥത്തിൽ വന്ന് ഞങ്ങളോട് അവർ മാപ്പിരക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, അരുത്, നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയരുത്, അത് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയരുത്. എന്നിട്ട് അവർ പറയുകയാണ് ഇത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ്, ഞങ്ങളെ എന്തിനാണ് ഡിറ്റൻഷനിൽ വെച്ചിരിക്കുകയാണോ, എന്തുകൊണ്ടാണ് ഇതുപോലെ പോലീസ് ബന്ദോബസ്ത്? ഇതൊരു വലിയ പ്രതിസന്ധി. ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്തിനാണ്? പോലീസുമായി സംസാരിക്കുന്നുണ്ടോ ശ്രീ റഹീം? അവിടെ സമരത്തിലാണോ നിങ്ങൾ? അല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഇപ്പോൾ ആ സമരം അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ച നിമിഷത്തിലാണ് താങ്കൾ ഈ വിളിക്കുന്നത്. ഓക്കെ. ഇത്രയും നേരവും മണിക്കൂറുകളോളം ഞങ്ങളെ തടഞ്ഞു വെക്കുകയും ഞങ്ങളവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ ഗീതാഞ്ജലിയെ കാണാൻ അനുവദിക്കുക. ഗീതാഞ്ജലി ഞങ്ങളടുത്തേക്ക് വന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് എന്റെ ഗീതാഞ്ജലിയുമായി ഞങ്ങൾ സംസാരിച്ചു. ഗീതാഞ്ജലി ഞങ്ങളുടെ നിവേദനം ഏറ്റുവാങ്ങി സോനത്തിന് കൈമാറാമെന്ന് പറഞ്ഞു. ഇതെല്ലാമാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇത്രയും വലിയൊരു പോലീസ് വിന്യാസമിട്ട് എംപിമാരെ തടയുന്നത്? സോനം വാങ്ചുക്കിനെ ഞങ്ങൾ കണ്ടാലുള്ള കുഴപ്പം എന്താണ്? സോനം വാങ്ചുക്കിനെ തടവിൽ വെക്കേണ്ട കാര്യം എന്താണ്? തടവിൽ വെക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ആശുപത്രി തന്നെ തിരഞ്ഞെടുത്തത് വലിയ നിയമയുദ്ധത്തിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ട്, ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ചികിത്സ തേടേണ്ടി വന്നത് ഈ ആശുപത്രിയിലേക്ക് മാറണമെന്ന് ഗീതാഞ്ജലി കോടതി കയറിയിട്ടാണ്. ആ കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ഡിറ്റൻഷൻ അല്ല, ചികിത്സയാണ്, ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു രോഗിയെ കാണാൻ വന്നാൽ, അതും സതുദ്ദേശത്തോടു കൂടി നിവേദനം കൊടുക്കാൻ വന്നാൽ, എന്തിനാണ് അതിനെ ഈ പറയുന്നത് തടസ്സപ്പെടുത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനോട് നീതീകരിക്കാനാവില്ല. അങ്ങേറ്റം അപലപനീയമായ കാര്യമാണ് ബേതാത്ത ഹോസ്പിറ്റലിന്റെ മുന്നിൽ നടന്നത്. ശരി, വളരെ നന്ദി ശ്രീ റഹീം. കേരളത്തിൽ നിന്നുള്ള റഹീം അടക്കമുള്ള 14 എംപിമാരെ മേദാന്ത ആശുപത്രിക്കകത്തേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. തുടർന്ന് അവർക്ക് അവിടെ സമരം ചെയ്യേണ്ടി വന്നു.